പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങളായി ഞാൻ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എനിക്കുണ്ടായൊരു ചെറിയ ശാരീരിക അസ്വാസ്ഥ്യമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിലും യഥാർത്ഥ കാരണം അതായിരുന്നില്ല എന്ന് എൻ്റെ പ്രേക്ഷകരോട് ആദ്യമായി ഞാൻ സൂചിപ്പിക്കട്ടെ. എൻ്റെ അമ്മ ഈ കഴിഞ്ഞ 3-ാം തീയതി മുതൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ICUയിലായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായി ഒരല്പം ഭേദപ്പെട്ടിട്ടുണ്ട്. അല്പം ഭേദപ്പെട്ടു എന്നേ ഞാൻ പറയുന്നുള്ളൂ. ജീറിയാട്രിക് വാർഡിലേക്ക് അമ്മയെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അമ്മയെടുത്ത് പോയി രാവും പോയാലും നിൽക്കുകയൊക്കെ ചെയ്തതിനെ തുടർന്ന് ഒരല്പം സ്ട്രെസ്സുണ്ടായി. ആശുപത്രിയിൽ ആവുകയും ഒരു ഡ്രിപ്പ് ഇടുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നതിൽ നിന്ന് ഒരല്പം മാറി നിൽക്കേണ്ടി വന്നത്. മാറി നിന്നപ്പോൾ ഇങ്ങനെ ശാരീരിക ആശ്വാസത്തിൻ്റെ ഒരു കാരണം പറയണമല്ലോ എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ 4 പാടും ആളുകൾ വിളിച്ചിട്ട് എന്താണ് അസുഖം എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയും അവരോട് മറുപടി പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ശാരീരികമായി വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നുള്ള കാര്യം എൻ്റെ പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ എൻ്റെ അമ്മ അറിയാമല്ലോ, അമ്മയുടെ കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അമ്മയ്ക്ക് ഇങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കിയതിന് കൊണ്ടുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. സുഹൃത്തുക്കളെ, അത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാനിന്ന് ഈ വീഡിയോയുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സുഹൃത്തുക്കളെ, എന്നെപ്പോലൊരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലമായി ഞാൻ നടത്തുന്ന സമരം വിജയത്തിലേക്ക് ഏതാണ്ട് എത്താൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ പലരും അവരുടെ ജീവൻ പോലും പണയം വെച്ച് ഈ കേരളത്തിൽ 10 വർഷത്തിൽ അധികാരത്തിലിരുന്ന ഈ അതിക്രൂരനായിട്ടുള്ള പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിനെതിരായി പോരാടിയിട്ടുണ്ട് എന്നെനിക്കറിയാം. എൻ്റെ സുഹൃത്തും കണ്ണൂരിലെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനുമായിട്ടുള്ള ഉമേഷ് ബാബു, അദ്ദേഹത്തെ എനിക്ക് ഒരിക്കലും ഓർക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹവും ഒക്കെ നടത്തിയിട്ടുള്ള അചഞ്ചലവും വിട്ടുവീഴ്ചയില്ലാത്തതുമായിട്ടുള്ള സമരം അത് ഏതാണ്ട് വിജയത്തിൽ എത്താൻ പോകുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് വിജയത്തിൽ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളിൽ ചിലരുടെ തലയിൽ ചുമത്താനെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സമരം വിജയിപ്പിക്കാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് ലക്ഷക്കണക്കിന് UDFൻ്റെ അണികൾ അവർ നടത്തിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമര പോരാട്ടം, അതൊക്കെയാണ് ഈ സമരത്തെ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു വലിയ വിജയത്തിലേക്ക് ആ സമരം എത്താൻ പോകുമ്പോൾ ഇന്ന് കേരളത്തിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാലോചിച്ച് നോക്കി. ആ സമര പോരാട്ടത്തിൻ്റെ ശോഭ മുഴുവൻ കെടുത്തുന്ന ഏറ്റവും തരം താണ ചില സംഭവവികാസങ്ങൾ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ സുഹൃത്തുക്കളെ. കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് നമ്മളൊന്നാലോചിച്ച് നോക്കി. കേരളത്തിലെ ജനങ്ങൾ അതിശക്തമായിട്ടുള്ളൊരു മാൻഡേറ്റ് ഈ പിണറായി സർക്കാരിനെതിരായി കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് CPM എന്ന് പറഞ്ഞ പാർട്ടി ഉൾപ്പെടെ വിശ്വസിക്കുന്നത്. മന്ത്രിമാരുൾപ്പെടെ തോക്കാൻ സാധ്യതയുള്ളതിനെ കുറിച്ചിട്ട് അവർ വിലയിരുത്തിയിരിക്കുന്നു. അങ്ങനെ വിലയിരുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ അവർ പച്ചപ്പരസ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലജ്ജയില്ലാത്ത ഒരു പ്രവർത്തനം, അത് എത്ര അനഭിലഷണീയമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് പോകും. സുഹൃത്തുക്കളെ, ആ ശ്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് VD സതീശനാണ് എന്ന് പറയാൻ എനിക്ക് ആരും മടിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ട് പെട്ടിയിലായി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ VD സതീശൻ്റെ ഒരു ഉറ്റ അനുയായി എറണാകുളം DCCയുടെ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ഒരു നേതാവ് പച്ച പരസ്യമായി വന്നിട്ട് പറയുകയാണ്,
എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റവും മൂത്ത അനുയായി പരസ്യമായി വന്ന് തൻ്റെ ജില്ലയിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവണം എന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞതിന് തുല്യമല്ലേ സുഹൃത്തുക്കളെ? അതിലെന്താണ് തർക്കം? അങ്ങനെ പറയാൻ പാടുണ്ടോ? നമുക്കിപ്പോൾ മുഹമ്മദ് ഷിയാസിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തിരുവനന്തപുരത്ത് എറണാകുളത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വേറെ ചിലർക്ക് ആലപ്പുഴയിൽ നിന്ന് ഉണ്ടാവണമെന്ന് ചിലപ്പോൾ ചിലർ ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ചിലർ കോഴിക്കോട് നിന്ന് ചിലപ്പോൾ ഉണ്ടാവണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാം, അതിലൊന്നും തെറ്റില്ല. പക്ഷേ അത് പച്ചപ്പരസ്യമായി പറയാമോ സുഹൃത്തുക്കളെ? ആ പറയുന്നത് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്ത ജനങ്ങളുടെ മുഖത്ത് അടിക്കുന്നതിന് തുല്യമല്ലേ? കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളല്ലേ പിണറായി വിജയനെ ആട്ടിപ്പായിക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ട് ചെയ്ത് പെട്ടിയിലാക്കിയിരിക്കുന്നത്? കേരളത്തിലെ ലക്ഷക്കണക്കിന് UDFൻ്റെ അണികൾ അഹോരാത്രം പണിയെടുത്തുകൊണ്ടല്ലേ ഇങ്ങനൊരു വിധി ഉണ്ടാവാൻ പോകുന്നത്? ആ വോട്ട് പെട്ടിയിലായിട്ടല്ലേ ഉള്ളൂ. എല്ലാവരും UDF ജയിക്കും എന്നാണ് വിശ്വസിക്കുന്നതെന്നും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ആ റിസൾട്ട് പുറത്തു വന്നിട്ടില്ലല്ലോ. ആ റിസൾട്ട് പുറത്തു വരുന്നതിന് മുമ്പ് ഒരു നേതാവ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം പറയുന്നത് വി ഡി സതീശന് വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ വി ഡി സതീശന് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ഉടനടി തന്നെ മുഹമ്മദ് ഷിയാസിനെ വിലക്കേണ്ടതായിരുന്നില്ലേ സുഹൃത്തുക്കളെ? അങ്ങനെ എറണാകുളത്ത് നിന്ന് മുഹമ്മദ് ഷിയാസിന് മുഖ്യമന്ത്രി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാം, പക്ഷേ അത് പരസ്യമായി പറഞ്ഞത് തെറ്റായിപ്പോയി എന്നൊരു വാക്ക് വി ഡി സതീശൻ പറയണ്ടേ സുഹൃത്തുക്കളെ? പറയണ്ടേ? അങ്ങനെ മുഹമ്മദ് ഷിയാസ് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് പുറത്ത് പറയാൻ പാടില്ലായിരുന്നു. മുഹമ്മദ് ഷിയാസ് ഒരു DCCയുടെ പ്രസിഡൻ്റാണ്, ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, നാളെ ജയിച്ചാലൊരു MLA ആവേണ്ടതാണ്. മുഹമ്മദ് ഷിയാസിന് കോൺഗ്രസിൽ മുഖ്യമന്ത്രി എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ? അല്ലല്ലോ. മുഹമ്മദ് ഷിയാസിന് അറിയാമല്ലോ, അതിൻ്റെ രീതി എന്താണെന്ന് അറിയാമല്ലോ. AICC ആണ് തീരുമാനിക്കുക എന്നുള്ളത് അറിയാമല്ലോ, അവരെങ്ങനെയാണ് തീരുമാനിക്കുന്നുള്ളത് അറിയാമല്ലോ. അങ്ങനെ അറിയാമെന്നിരിക്കെ മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് പൂർണ്ണമായി തെറ്റായിപ്പോയില്ലേ? അത് പൂർണ്ണമായി തെറ്റായിപ്പോയി എന്ന് വി ഡി സതീശൻ പറയേണ്ടതായിരുന്നില്ലേ? വി ഡി സതീശൻ പറഞ്ഞോ? വി ഡി സതീശൻ പറഞ്ഞില്ല. വി ഡി സതീശൻ പരിപൂർണമായിട്ടുള്ള നിശബ്ദത, അർത്ഥഗർഭമായിട്ടുള്ള മൗനം പാലിച്ചു. അത് ഏറ്റവും വലിയ തെറ്റല്ലേ സുഹൃത്തുക്കളെ? വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവല്ലേ, കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ? അത് ചെയ്യുന്നില്ല. അതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താ? സാമൂഹ്യ മാധ്യമങ്ങളിൽ ചടുലമായിട്ടുള്ള ചർച്ച നടക്കുന്നു, ദൃശ്യമാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നു. അതെല്ലാം തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവണമെന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് അവിടെയൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ചില ദൃശ്യമാധ്യമങ്ങൾ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ളൊരു അജണ്ട നേരത്തെ തന്നെ രൂപീകരിച്ചിരുന്നോ എന്ന് നമുക്ക് സംശയം തോന്നിയാൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ? കേരളത്തിൽ മലയാള മനോരമ എന്ന് പറയുന്ന ഒരു TV ചാനൽ വളരെ നേരത്തെ തന്നെ സതീശനെ മുഖ്യമന്ത്രി ന്യൂസ് മേക്കർ എന്നുള്ള അവാർഡ് കൊടുക്കുന്നു. അതിനുശേഷം അവരൊരു സർവേ നടത്തുന്നു. ആ സർവേ നടത്തുമ്പോൾ അതിനകത്ത് വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കാട്ടുന്നു. വേറൊരു ചാനലിൽ ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയിലും ഏഷ്യാനെറ്റ് ചർച്ച നടത്തുമ്പോഴും അതിനകത്ത് വി ഡി സതീശൻ്റെ പേര് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ വന്ന് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നു. യൂട്യൂബിൽ ആ നിലയിലുള്ള ഒരു ചർച്ച നടക്കുന്നു. ചില പൊതുപ്രവർത്തകരൊക്കെ അദ്ദേഹം ജയിക്കും, അദ്ദേഹമാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമായി ഉയരാം. ആ ചർച്ചയ്ക്ക് കാരണമായി പറയുന്ന കാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകാൻ തയ്യാറല്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഡിബേറ്റബിളാണ്, ഞാൻ അതിനകത്തേക്കൊന്നും പോകാൻ തയ്യാറാവും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകൾ നടക്കുന്നതിനകത്ത്
ഒരുപാട് അനഭിലഷണീയതയുണ്ടെന്നും പറഞ്ഞ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള ബെന്നി ബെഹനാൻ കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി. അദ്ദേഹം ഒരു കത്ത് AICC പ്രസിഡന്റ് അയക്കുകയുണ്ടായി. ആ കത്തിൽ അദ്ദേഹം വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് എന്നാണ്. അത് ഏറ്റവും തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2021 ശേഷം 2026 ഇപ്പോൾ വലിയൊരു വിജയം നേടാൻ പോകുന്നത്. 2021 99 സീറ്റ് കിട്ടിയതിന് ശേഷം പിന്നെ മെലിഞ്ഞ് തൊലിയുകയായിരുന്നു കോൺഗ്രസ്. 2006 തോറ്റു, 2011 വെറും 2 സീറ്റിന് ജയിച്ചു, 2016 21 തോറ്റു, 26 വലിയ വിജയം നേടി വരാനിരിക്കെ വോട്ട് പെട്ടിയിൽ കിടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് തീർത്തും തെറ്റാണ് എന്നുള്ള കോൺഗ്രസ് അണികളുടെയും ജനങ്ങളുടെയും വികാരം ശ്രീമാൻ ബെന്നി ബെഹനാൻ വളരെ ശക്തമായി കഴിഞ്ഞ ദിവസം അപ്പുറത്ത് ഒരു കത്തിലൂടെ പറഞ്ഞിരുന്നില്ല. മുഹമ്മദ് ഷിയാസ് ഇത് പറഞ്ഞപ്പോൾ മുഹമ്മദ് ഷിയാസിനെ തടയാൻ VD സതീശൻ വന്നില്ല. ഇനി ചാനലുകളിൽ ഈ ചർച്ച നടക്കുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ചർച്ച നടക്കുന്നു. ഇതിനെ തടയാനും VD സതീശൻ വരുന്നില്ല. ഇതിനോടും സതീശൻ അർത്ഥഗർഭമായ മൗനം പാലിക്കുകയാണ്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നടക്കുന്നതിന് പുറകിൽ VD സതീശൻ്റെ പങ്കുണ്ടോ എന്ന് കോൺഗ്രസ് അണികളും ജനങ്ങളും ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ സുഹൃത്തുക്കളെ? കാരണം തനിക്ക് അനുകൂലമായിട്ടുള്ള പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുമ്പോൾ അത് ശരിയല്ല. അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളല്ല മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്, AICC ആണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് എന്ന് പറയാനുള്ള ബാധ്യതയും ചുമതലയും ഉത്തരവാദിത്വവും VD സതീശൻ ഉണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ. അത് നിർവഹിച്ചിട്ട് അത് അദ്ദേഹം ആ ചുമതല അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടോ? നിർവഹിച്ചിട്ടില്ല. അങ്ങനെ നിർവഹിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രചരണങ്ങൾക്ക് പുറകിൽ VD സതീശനുണ്ട് എന്ന് കോൺഗ്രസ് അണികളും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ജനങ്ങളും വിശ്വസിച്ചാൽ അതിൽ കുറ്റപ്പെടുത്താൻ കഴിയുമോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വലിയൊരു മാൻഡേറ്റ് ജനങ്ങൾ UDFന് നൽകിയിരിക്കുകയാണ് എന്നാണ് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത്. എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ വാൾമുനയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം കഴിഞ്ഞ 10 വർഷമായി നടത്തിയവരാണ് ഞങ്ങളൊക്കെ തന്നെ. ഞങ്ങളുടെയൊക്കെ തന്നെ പ്രവർത്തനത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഈ സർക്കാർ ഇറങ്ങിപ്പോകാൻ പോകുന്നു, UDF തിരിച്ചു വരാൻ പോകുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ നിൽക്കവേ ആ മാൻഡേറ്റിൻ്റെ മുഴുവൻ ശോഭ കളഞ്ഞുകൊണ്ട്, ആ മാൻഡേറ്റ് അട്ടിമറിച്ചുകൊണ്ട് ചില ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറിയിരിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് വളരെ മ്ലേച്ഛവും വളരെ ലജ്ജാകരവുമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത്, ഇനിയെങ്കിലും ഈ മുഹമ്മദ് ഷിയാസിനെ നിങ്ങൾ തള്ളിപ്പറയണം. ഇനിയെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും നിങ്ങൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പയിൻ നിങ്ങളുടെ അറിവോടുകൂടിയല്ല എന്ന് പറയാനും VD സതീശ നിങ്ങൾ തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ പറയാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഈ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക്, പ്രചരണങ്ങൾക്ക് നിങ്ങളുടെ കൂടി ഒരു ഒത്താശ, നിങ്ങളുടെ കൂടി ഒരു പേട്രണേജ് ഉണ്ട് എന്ന് കരുതേണ്ടി വരും. അത് AICC പോലും നിങ്ങളെ തള്ളിപ്പറയുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ.